സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ വീട്ടിലെത്തിയപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ സാധനം വാങ്ങിച്ചെന്റെ വീഡിയോ എടുത്തില്ലല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ, ഈ വാങ്ങിച്ച സാധനം വെച്ചിട്ട് വീഡിയോ എടുക്കാം, ഈ വാങ്ങിച്ച സാധനം വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ വീഡിയോ എടുക്കാം. അപ്പൊ ഗായ്സ്, നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ 2 ദിവസം വീഡിയോ എടുക്കാണ്ടിരുന്നിട്ട് അതിന്റെ ടച്ച് അങ്ങ് വിട്ടുപോയി. അപ്പൊ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ബീഫ് മസാലയാണ്. ഒരു നോർമൽ ബീഫ് മസാല അല്ല കേട്ടോ, ബീഫ് മസാല എന്ന് പറഞ്ഞാൽ ഒരു വരയിലായിട്ട് കണ്ട ഒരു വെറൈറ്റി സാധനമാണ്. അപ്പൊ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. സവാള ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഇട്ടതേ ഒരു സവാള ഇട്ടുള്ളൂ കേട്ടോ. ഇത് അതുപോലെ തന്നെ ഒരു 5-10 ചെറിയ ഉള്ളി. നമ്മുടെ ഈ ഉള്ളി സവാള ഇങ്ങനെ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓവറായിട്ട് ഇടുന്നത് അടിപിടിക്കും. വാടി ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് തട്ട കഴിഞ്ഞ ഇത്ര ഉള്ള പരിപാടി. ഇതാണ് ഇതിന്റെ മെയിൻ മസാല, വേറെ ഒന്നുമില്ല. മഞ്ഞപ്പൊടി കണ്ടിട്ടില്ല, അത് ഞാൻ കൈ കൊണ്ട് എടുത്തിട്ടാവും. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചുള്ള ബീഫ് കുറച്ചുള്ളൂ, 1/2 കിലോ ബീഫ് എടുത്തുള്ളൂ. അത് എനിക്ക് തട്ടാം. നന്നായി കഴുകിയിട്ടുണ്ട്, എന്നാലും ചെറിയൊരു പ്ലേറ്റിന്റെ സംഭവം ഉണ്ട്, എന്നാലും സെറ്റാണ്. ഇതൊന്ന് വെൽ മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ. ഞാൻ ഈ കാര്യത്തിലേ കുറച്ച് കോൺഫിഡൻസ് കുറവ്, ചിലപ്പോൾ അടി പിടിച്ച പണി വെള്ളം. ഓൾറെഡി ബീഫിൽ വെള്ളം ഉണ്ട്, പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ശകലം വെള്ളം ഒഴിക്കാം. കുക്കർ വെച്ചിട്ട് ഒരു 5-8 വിസിൽ അടിച്ചോട്ടോ. നിങ്ങളെ കുക്കറിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ തരി പോലും തക്കാളി യൂസ് ചെയ്തിട്ടില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. തക്കാളി ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്ന ബീഫ് കറിയാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതിപ്പോ ജസ്റ്റ് വെന്തിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി പരിപാടി ഉണ്ട്. കറിവേപ്പില, ഇതാണ് പ്രത്യേകത. ബീഫ് കറിയിൽ ഉലുവൊന്നും ഞാൻ ഇടാറില്ല, ഇതൊരു സ്പെഷ്യൽ കറി ചെയ്താണ്ട് കുറച്ച് ഉലുവ ഇട്ടു. ഗരം മസാല 2 സ്പൂൺ ഗരം മസാല നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സ്പെഷ്യൽ ബീഫ് മസാല റെഡി ചെയ്തിട്ടാണ്. അപ്പം ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. പാൻ വെച്ച് ഒരു ചെറിയ പരിപാടി ഉണ്ട്. നമുക്ക് ആ ബീഫിന്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ, അപ്പൊ ഒരു ചെറിയൊരു ചപ്പാത്തി. അപ്പൊ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ബട്ടർ ഈസ് ഓൾവേസ് ബെറ്റർ എന്നാണ് പറയാറ്. ഓക്കെ, അപ്പൊ നമുക്ക് ബട്ടർ ഇട്ടതിന് ശേഷം ചപ്പാത്തി, ഇതാണ് ഇന്നത്തെ എന്റെ ഡിന്നർ. ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത്ര പരിപാടി. ബീഫ് കറി 2 പീസ് ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടൊരു സൈഡില് ആയി വറക്കണണ്ട. കൂടെ നമ്മളെ ചപ്പാത്തി ഓ പൊളിക്കും. കഴിച്ചോക്കത്. ഓക്കെ, കഴിച്ചോക്കട്ടെ. ചെറിയൊരു കഷ്ണം ചപ്പാത്തി, ചെറിയൊരു കഷ്ണം ബീഫ് എടുക്കുക. എന്നിട്ട് ഞാൻ വിചാരിച്ച കിടക്കിട്ടില്ല. സാധനം അമേസിംഗ് എന്ന് പറഞ്ഞാല് എന്തോ അല്ല, ട്രൈ ചെയ്തോട്ടാ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.